ടാരോട്ട് റീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡാണ്. ഒരു ഈ കാർഡ് പറയുന്നത് ഫസ്റ്റ് പേഴ്സണ് സെക്കൻഡ് പേഴ്സണോടുള്ള എന്താണ് താല്പര്യം എന്നുള്ളതാണ്. ഈ കാർഡ് പറയുന്നത് സെക്കൻഡ് പേഴ്സണ് ഫസ്റ്റ് പേഴ്സണോടുള്ള താല്പര്യം എന്താണെന്നുള്ളതാണ്. ഈ മൂന്നാമത്തെ കാർഡ് ഉദ്ദേശിക്കുന്നത് ഈ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പിന്റെ ബേസ് ആണ്. അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ സ്വഭാവം, ആ ഒരു സംഭവമാണ് അതിൽ വരുന്നത്. ഓക്കെ, ഫസ്റ്റ് പേഴ്സന്റെ കാർഡ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ റിവീൽ ചെയ്യാണ്. ദ മജീഷ്യൻ കാർഡാണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് പേഴ്സൻ്റെ വന്നിരിക്കുന്നത് 8 ഓഫ് പെന്റിക്കിൾസ് ആണ്. അതുപോലെ തേർഡ് കാർഡ് വന്നിരിക്കുന്നത് 2 ഓഫ് കപ്സ് ആണ്. ഓക്കെ, ഇപ്പം മജീഷ്യൻ എന്ന് പറയുന്നത് മേജർ ആർക്കാന കാർഡാണ്. ഏറ്റവും പവർഫുള്ളായ കാർഡാണ്. ഒരു മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. ഇപ്പം നമ്മളൊരു റിലേഷൻഷിപ്പ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഇത് ഒരു റിലേഷൻഷിപ്പിനെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡാണിത്. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ആള്, നമ്മൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാർഡാണ് ഇത് വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് ഒരാള് അയാളുടെ വർക്കിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു കാർഡാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ രണ്ട് പേരുടെയും നേച്ചർ വരുന്നത്. പിന്നെ ഇവരുടെ റിലേഷൻഷിപ്പ് വരുന്നത് സൗഹൃദത്തിൻ്റെ സോൾമേറ്റ് റിലേഷൻഷിപ്പാണ്. അങ്ങനത്തെ ഒരു റിലേഷനാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വ്യക്തി ഇയാളിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. പുറംതിരിഞ്ഞിരുന്നിട്ട് ആളുടെ പണിയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് മേ ബി എനി ബ്രേക്കപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിണക്കത്തിൻ്റെ ഒരു അവസ്ഥയിലായിരിക്കാം. അതൊരു പക്ഷേ തേർഡ് പാർട്ടി മൂലമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്തെങ്കിലും സൗന്ദര്യപ്പിണക്കത്തിൻ്റെ ബേസിലായിരിക്കാം. പക്ഷെ ഇയാൾ വിചാരിച്ചാൽ വേണമെങ്കിൽ ഇയാളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ വരികയെന്ന് വെച്ചാൽ ഒരു നല്ല റിലേഷൻഷിപ്പ് തന്നെ, ലൈഫ് ലോങ് റിലേഷൻഷിപ്പ് കിട്ടാൻ ഇതിൽ സാധ്യതയുണ്ട്. ഈ ഒരു സ്പ്രെഡിൽ അങ്ങനെ ഒരു സാധ്യത അതിൽ വ്യക്തമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു മാനിഫെസ്റ്റേഷന്റെ ഭാഗമായിട്ട്, അതായത് ഇപ്പോൾ ഒരാൾ നമ്മളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ആ പർപ്പസിനായിട്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്നത് നമ്മൾ തന്നെ സ്ട്രോങ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഹോപ്പണോപ്പണോ പോലുള്ള മൊഡാലിറ്റീസ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ആൾക്കാരിലേക്ക് ഓർഗാനിക്കായിട്ട് തന്നെ വ്യക്തികൾ വീണ്ടും അവർ നമ്മളെ തന്നെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്നതിനുള്ള അവസ്ഥ ഉണ്ടാവും. മാത്രമല്ല ഇങ്ങനൊരു സ്പ്രെഡ് വരുമ്പോൾ ഇതിൽ നമുക്ക് സാധ്യതയുണ്ട്. അതായത് ഒരു റീയൂണിയന് വ്യക്തമായ സാധ്യത ഇതിലുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആസ് പെർ ഈ സ്പ്രെഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിലിപ്പോൾ ആർക്കൊക്കെയാണ് റെസിനേറ്റ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. റെസിനേറ്റ് ചെയ്യാവുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യാം. അതുപോലെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാം പേഴ്സണൽ റീഡിങ്ങിനായിട്ട്.